ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ക്രിസ്തുയേശുവിൽ എല്ലാ സഹവിശ്വാസികൾക്കും എൻ്റെ സ്നേഹവന്ദനം. ഈ വിശുദ്ധ ദിവസം അല്പസമയത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന വേദഭാഗം 27 സങ്കീർത്തനം 4 വാക്യം. സങ്കീർത്തനം 27:4. ഞാൻ യഹോവയോട് ഒരു കാര്യം അപേക്ഷിച്ചു, അതുതന്നെ ഞാൻ ആഗ്രഹിക്കുന്നു. യഹോവയുടെ മനോഹരത്വം കാണുവാനും അവൻ്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാനും എൻ്റെ ആയുഷ്കാലമൊക്കെയും ഞാൻ യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടതിന് തന്നെ. ഈ സങ്കീർത്തനം രചിച്ചിരിക്കുന്നത് ദാവീദാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ദാവീദ് പറയുകയാണ്, ദാവീദിന് ഒരു ആഗ്രഹമുണ്ടെന്ന്. ആ ആഗ്രഹം യഹോവയായ ദൈവത്തോട് ദാവീദ് പറയുന്നു. എന്താണ് ദാവീദിൻ്റെ ആഗ്രഹം? തൻ്റെ ആയുഷ്കാലം മുഴുവൻ യഹോവയുടെ ആലയത്തിൽ പാർത്ത് യഹോവയുടെ മനോഹരത്വം കാണുക, ആലയത്തിലിരുന്ന് ധ്യാനിക്കുക. ദാവീദിന് ദൈവത്തിലുള്ള വിശ്വാസവും ബന്ധവും എത്രമാത്രം ആഴത്തിലാണെന്ന് ഈ പ്രസ്താവന വ്യക്തമാക്കുന്നു. 84 സങ്കീർത്തനം 1 വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: സൈന്യങ്ങളുടെ യഹോവേ, തിരുനിവാസം എത്ര മനോഹരം! യഹോവ എവിടെയൊക്കെ വാസം ചെയ്യുന്നുവോ അവിടെ എല്ലാം മനോഹരം നിറഞ്ഞ ഇടങ്ങളാണെന്ന് കോരഹപുത്രന്മാരും സാക്ഷ്യപ്പെടുത്തുകയാണ്. യേശുക്രിസ്തുവിലാണ് ദൈവത്തിൻ്റെ മനോഹാരിത അതിൻ്റെ പൂർണ്ണ അർത്ഥത്തിൽ നമുക്ക് ദർശിക്കുവാനായിട്ട് സാധ്യമാകുന്നത്. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 3 വാക്യം: നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും അറിയുന്നില്ലയോ? ദൈവത്തിൻ്റെ മന്ദിരം വിശുദ്ധമല്ലോ, നിങ്ങളും അങ്ങനെ തന്നെ. നമ്മിലെ വിശുദ്ധി തന്നെ ആണ് മനോഹാരിതയ്ക്ക് കാരണമാകുന്നത്. പുറമേ നമ്മൾ കാണുന്നതിനേക്കാൾ ഉപരിയായി നമ്മുടെ ഉള്ളിലെ വിശുദ്ധിയാണ് നമ്മളെ മനോഹാരിത ഉള്ളവരാക്കി മാറ്റുന്നത്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച ശേഷം ഏറ്റവും നല്ലത് എന്നു കണ്ടു എന്ന് ഉൽപ്പത്തി പുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ട്. കാരണം ദൈവം തൻ്റെ കരങ്ങളാൽ തൻ്റെ സ്വന്തം സാദൃശ്യത്തിലും സ്വരൂപത്തിലും മനുഷ്യനെ സൃഷ്ടിക്കുകയും അവൻ്റെ മൂക്കിൽ തൻ്റെ ജീവശ്വാസമൂതി മനുഷ്യനെ ജീവനുള്ള ദേഹിയാക്കി തീർക്കുകയും ചെയ്തു. അതിനാൽ ദൈവ സൃഷ്ടിയിൽ ഏറ്റവും മനോഹാരിത നിറഞ്ഞത് മനുഷ്യൻ തന്നെയാണ്. ആയതിനാൽ നമ്മുടെ സൃഷ്ടാവായ ദൈവത്തെ പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും നാം സ്നേഹിക്കേണ്ടിയവരാണ്. അതുപോലെ തന്നെ സമസൃഷ്ടികളായ നമ്മുടെ സഹോദരങ്ങളെയും നാം സ്നേഹിപ്പാൻ കടപ്പെട്ടവരാണ്. ദൈവത്തിൻ്റെ സൃഷ്ടികളിൽ എല്ലാം ദൈവത്തിൻ്റെ മഹത്വം നമുക്ക് ദർശിക്കുവാനായിട്ട് സാധ്യമാണ്. പ്രകൃതിയിലേക്ക് നമ്മൾ നോക്കിയാൽ എത്ര ആശ്ചര്യമാണ് നമ്മൾ നിറയുന്നത്. ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു. ആകാശവിതാനം അവൻ്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. രണ്ടാമതായി യഹോവയുടെ മനോഹരത്വം കാണുവാൻ കഴിയുന്ന ഒരു വേദഭാഗം സങ്കീർത്തനം 133:1 വാക്യം. ഇതാ, സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവുമാകുന്നു. സഹോദര കുടുംബങ്ങൾ ഒത്തൊരുമിച്ച് വസിക്കുക ഒരു അപൂർവ ദൃശ്യമാണ്. ഐക്യത്തോടെ ഒരു വീട്ടിൽ ഒന്നിച്ച് പാർക്കുക വളരെ പ്രയാസമേറിയ കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് സങ്കീർത്തനക്കാരൻ എടുത്തു പറയുന്നത്, അതിനാർക്കെങ്കിലും കഴിഞ്ഞാൽ ആ അനുഭവം ഏറ്റവും ശുഭവും മനോഹരവുമായിരിക്കും എന്നാണ്. ആമോസ് 3 വാക്യത്തിൽ നാം കാണുന്നു: 2 പേർ ഒത്തിട്ടല്ലാതെ ഒന്നിച്ച് നടക്കുമോ? 2 പേർ തമ്മിൽ ഒത്തുപോകുവാൻ സ്നേഹവും ക്ഷമയും വിട്ടുവീഴ്ചയുമൊക്കെ ധാരാളം ആവശ്യമാണ്. സഹോദരന്മാർ തമ്മിലുള്ള ഐക്യം വൻ കാര്യങ്ങളെ ചെയ്തെടുക്കുവാൻ ഇടയാകും. അത് കുടുംബത്തിലായാലും സഭയിലായാലും വലിയ ചലനങ്ങൾ സൃഷ്ടിക്കുവാൻ
വഴിയൊരുക്കും. ഒരു ഒരു കമ്പ് ഒടിക്കുവാൻ വലിയ പ്രയാസമൊന്നുമില്ല. എന്നാൽ ഒരു കൂട്ടം കമ്പ് ഒന്നിച്ച് പിടിച്ചൊടിക്കാൻ നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ്. അതുപോലെയാണ് നമ്മൾ ഒന്നായിട്ട് ഓരോ വ്യക്തിയായിട്ട് നിന്ന് പ്രവർത്തിച്ചാൽ നമുക്ക് ആ ഒരു ബലം അത്രയ്ക്ക് ഉണ്ടാകത്തില്ല. എന്നാൽ നമ്മൾ ഒറ്റക്കെട്ടായി നിന്ന് നമ്മുടെ കാര്യങ്ങൾ സഭയിലും നമ്മുടെ സമൂഹത്തിലും കുടുംബത്തിലുമൊക്കെ ചെയ്യുമ്പോഴാണ് അത് ഏറ്റവും ഫലവത്തായി തീരുന്നത്. ശത്രുവിന് നമ്മളെ ഒരിക്കലും ജയിക്കുവാനായിട്ട് സാധ്യമാകുകയില്ല. ഒത്തൊരുമിച്ച് പ്രവർത്തിച്ച 4 യുവാക്കളുടെ ഐക്യത വലിയ ഒരു മിറാക്കിളിന് കാരണമായി എന്ന സംഭവമാണ് മർക്കോസ് 2-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വേദഭാഗത്ത് നാം കാണുന്നത്. പക്ഷവാതം പിടിച്ചു കിടന്ന തങ്ങളുടെ കൂട്ടുകാരനെ അവർ ഒന്നിച്ച് ചുമന്ന് യേശുവിൻ്റെ അടുത്തെത്തിച്ചു. അവരുടെ ഐക്യത ആ മനുഷ്യൻ്റെ സൗഖ്യത്തിന് കാരണമായി തീർന്നു. മറ്റുള്ളവരുടെ പ്രശ്നത്തെ ചുമക്കുവാൻ നമുക്ക് കഴിയാറുണ്ടോ? നാം എന്താണ് ചെയ്യാറുള്ളത്? നാം നമ്മുടെ സ്വന്തം പ്രശ്നങ്ങളുടെ പരിഹാരത്തിനായി മാത്രം ഓടി നടക്കുന്നവരല്ലേ? അവരുടെ പ്രശ്നം നമ്മെ ബാധിക്കാറുണ്ടോ? ആ 4 യുവാക്കളുടെ ഒത്തൊരുമയും ഐക്യതയും സ്നേഹവും കണ്ട യേശു കർത്താവ് അവരുടെ സഹോദരന് സൗഖ്യം നൽകുന്നു. സഹോദരന്മാർ ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചത് എത്ര ശുഭവും എത്ര മനോഹരവുമായി തീർന്നു. മൂന്നാമതായി യഹോവയുടെ മനോഹരത്വം നമുക്ക് കാണാൻ കഴിയുന്ന ഒരു വേദഭാഗമാണ് റോമർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം 15-ാം വാക്യം. നന്മ സുവിശേഷിക്കുന്നവരുടെ കാൽ എത്ര മനോഹരം. എന്താണ് നന്മ നിറഞ്ഞ സുവിശേഷം? യേശുക്രിസ്തു പ്രഘോഷിച്ച വചനവും അദ്ദേഹത്തിൻ്റെ ജീവിതവുമാണ് യഥാർത്ഥ സുവിശേഷം. സുവിശേഷീകരണം നന്മ ചെയ്യുന്നതിലൂടെയാണ് നടക്കേണ്ടത്. തൻ്റെ പക്കലുണ്ടായിരുന്ന 5 അപ്പവും 2 മീനും യേശുവിൻ്റെ കയ്യിൽ കൊടുത്ത ബാലൻ ചെയ്ത ആ നിശബ്ദമായ നന്മ പ്രവൃത്തി വലിയ വിപ്ലവം സൃഷ്ടിച്ചു. ഇന്നും ലോകമെമ്പാടും അവൻ്റെ ആ നന്മ പ്രവൃത്തി പ്രതിധ്വനിച്ചുകൊണ്ടേയിരിക്കുന്നു. അനേക സുവിശേഷകർ ലോകത്തിൻ്റെ നാനാഭാഗത്തും നിശബ്ദരായി ചെയ്യുന്ന നന്മ പ്രവൃത്തികൾ മൂലമാണ് നമ്മുടെ സഭ ഇന്ന് ഈ ഭൂമിയിൽ തന്നെ ആയിരിക്കുന്നത്. അത് നമ്മൾ ഒരിക്കലും വിസ്മരിച്ചുകൂടാ. നയമാൻ്റെ വീട്ടിലെ എബ്രായ പെൺകുട്ടി ചെയ്ത നന്മ പ്രവൃത്തി എന്തായിരുന്നു എന്ന് നമുക്കറിയാം. പ്രതികാരം ചെയ്യാമായിരുന്ന സ്ഥാനത്തും തന്നെ അടിമയാക്കിയ യജമാനന് ഒരു പ്രതികൂലം വന്നപ്പോൾ ആ തക്ക സമയത്ത് നന്മ ചെയ്ത് ജീവനുള്ള തൻ്റെ ദൈവത്തെ സുവിശേഷിക്കാൻ ആ ദൈവനാമത്തിന് മഹത്വം കരയറ്റുവാൻ ആ പെൺകുട്ടിയുടെ പ്രവൃത്തി കാരണമായി തീർന്നു. തിന്മയോട് തോൽക്കാതെ നന്മയാൽ തിന്മയെ ജയിക്കുന്ന അവരുടെ കാൽ എത്ര മനോഹരം. നല്ല പാദമുദ്രകൾ ഈ ഭൂമിയിൽ നമുക്കും അവശേഷിപ്പിച്ച് കടന്നു പോകുവാൻ സാധ്യമാകണം. ഒരു വേദഭാഗം കൂടി ചിന്തിച്ച് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുന്നു. സദൃശവാക്യം 15-ാം അധ്യായം 23-ാമത്തെ വാക്യം. താൻ പറയുന്ന ഉത്തരം ഹേതുവായി മനുഷ്യന് സന്തോഷം വരും. തക്ക സമയത്ത് പറയുന്ന വാക്ക് എത്ര മനോഹരം. ഏതാണ് തക്ക സമയം? നൈരാശ്യത്തിലും രോഗപീഠകളാലും മാനസിക വ്യഥകളാലും ജീവിതത്തിൻ്റെ വഴിത്തലയ്ക്കൽ തളർന്നിരിക്കുന്ന ജീവിതങ്ങൾക്ക് നമ്മുടെ ഒരു ആശ്വാസവാക്ക്, ഒരു കൈത്താങ്ങൽ, ഒരു ധൈര്യപ്പെടുത്തൽ, അത് അവരുടെ സന്തോഷത്തിന് കാരണമായി ഒരു ജീവിതത്തിലേക്ക് അവരെ തിരികെ കൊണ്ടുവരുവാൻ മുഖാന്തരമാകുന്നുവെങ്കിൽ നമ്മുടെ വാക്ക് എത്ര മനോഹരം, നമ്മുടെ പ്രവൃത്തി എത്ര
ശുഭമായി തീരും. യെശയ്യാവ് 50:4 നമ്മൾ ഇപ്രകാരം വായിക്കുന്നു: തളർന്നിരിക്കുന്നവരെ വാക്കുകൊണ്ട് താങ്ങുവാൻ അറിയേണ്ടതിന് യഹോവയായ കർത്താവ് എനിക്ക് ശിഷ്യന്മാരുടെ നാവ് തന്നിരിക്കുന്നു. തളർന്നിരിക്കുന്നവരെ വാക്കുകൊണ്ട് താങ്ങുവാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ആശ്വാസവാക്കുകളാൽ തളർന്നിരിക്കുന്നവരെ ബലപ്പെടുത്തുന്നവരായി തീരണം എന്നത്ര. അതോ നമ്മൾ നമ്മുടെ വാക്ക് കൊണ്ട് താങ്ങുന്ന സ്വഭാവക്കാരാണോ? നല്ല താങ്ങിയിട്ടുണ്ടെന്ന് പറയുന്ന രീതിയിൽ ഉള്ള വർത്തമാനമാണോ നമ്മളിൽ നിന്നും വരുന്നത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. നമ്മുടെ സംസാരം മറ്റുള്ളവർക്ക് ആശ്വാസമാണോ? അതോ എരുതിയിൽ എണ്ണ ഒഴിക്കുന്നവരെ പോലെയാണോ നമ്മൾ സംസാരിക്കുന്നത് എന്ന് നമുക്ക് സ്വയം ശോധന ചെയ്യാം. സദൃശ്യവാക്യം 16:24 ഇമ്പമുള്ള വാക്ക് തേൻകട്ടയാകുന്നു, മനസ്സിന് മധുരവും അസ്ഥികൾക്ക് ഔഷധവും തന്നെ. നാം സമാധാനം ഉണ്ടാക്കുന്നവരാണോ അതോ സമാധാനം കൂടെ കളയുന്നവരാണോ? വചനം നമ്മളോട് ഇപ്രകാരം പറയുന്നു: സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിൻ്റെ മക്കളെന്ന് വിളിക്കപ്പെടും. സമാധാനത്തിൻ്റെ ചാലകങ്ങളായി നമുക്ക് പ്രവർത്തിക്കാം, സംസാരിക്കാം. കൊലോസ്യർ 4:6 നിങ്ങളുടെ വാക്ക് കൃപയോട് കൂടിയതും ഉപ്പിനാൽ രുചിയുള്ളതുമായിരിക്കട്ടെ എന്നത്രേ. എങ്കിൽ അത് എത്ര മനോഹരമായിരിക്കും. യഹോവയുടെ മനോഹരത്വം കാണുവാൻ ആഗ്രഹിച്ച ദാവീദിനെ പോലെ നമുക്കും ആഗ്രഹിക്കാം. അതിന് ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. എനിക്ക് ഈ ഒരു അവസരം ഒരുക്കി തന്ന പ്രിയപ്പെട്ടവരോടുള്ള നന്ദിയും സ്നേഹവും ഈ സമയം അറിയിച്ചു കൊള്ളുന്നു. ഏവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.